ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 4 എക്സാമിന് പോയ ആ ഒരു വീഡിയോ എല്ലാം കൂടിയിട്ട് ഞാനൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ഡേ ഇപ്പോൾ നല്ല മഞ്ഞാണല്ലോ പുറത്തൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒക്കെ ഒന്നിങ്ങനെ നോക്കി നിന്ന്. പാടത്തൊക്കെ നല്ല മഞ്ഞിങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. കിച്ചണിലൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ 2 പേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്, ഉമ്മാൻ്റെ അടുത്താക്കിയിരിക്കുകയാണ്. പിന്നെ ഇവനെയും കൊണ്ട് ഞങ്ങൾ പോയി ഫസ്റ്റ് ഡേ. അപ്പോൾ ആദ്യമായിട്ടാണ് അവന് ട്രെയിൻ കാണുന്നതും ട്രെയിനിൽ പോകുന്നതൊക്കെ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയെന്ന് അങ്ങനെ നമ്മളെ വണ്ടി വന്ന് നമ്മൾ കയറി. വടകരയായിരുന്നു എക്സാം സെൻറ്റർ ഇട്ടിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യുന്നൊരു റൂമുണ്ടല്ലോ, അതിൽ കയറി. പിന്നെ വൈകുന്നേരം എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ ഇത് സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ഇവനക്ക് ഇവരൊന്നും ഇല്ലായിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടും ജാതിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ പിന്നെ നമ്മൾ ഇവരെയും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ള കാരണം ഓട്ടോയിലാണ് പോയത്. നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്ത ഒരു ചായക്കടയിൽ പോയിട്ട് ജസ്റ്റ് ചായയും പൊരിക്കടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ ചായയും സമൂസ, പഴംപൊരി, ഉണ്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ച് പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് കടല കൈ വെച്ചിട്ടുണ്ടായിരുന്നു, വറുത്ത കടല. അപ്പോൾ അതും കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരമൊക്കെ അതുപോലെ അവിടെ റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ എക്സാമിന് പോയി. പിന്നെ തിരിച്ച് എക്സാമൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇതാ ഓരോരുത്തർ ഓരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ വന്നു. കുട്ടികളൊക്കെ പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ഡേത്തെ ക്ലിപ്പാണ്. എൻ്റെ ഇടയിൽ പോയ ഒരു ദിവസം ഞാൻ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക്. ദോശയും കോഴിമുട്ടൊക്കെ പൊരിച്ചു. പിന്നെ കൊണ്ടുപോകാനുള്ള ടാങ്ക് കലക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ ഇതേ നേരെ കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ ട്രെയിന് പോകുന്നതിന് മുന്നേ 2 ട്രെയിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. നമുക്ക് 8:45 രാവിലെ ട്രെയിനുള്ളത്. ഈവനിങ് വടകര കണ്ട് 5:45 ആണ്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി അവിടെ എത്തി. ഇതുപോലെ റെസ്റ്റ് റൂം എടുത്തു. പിന്നെ അപ്പോൾ ഒക്കെ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ. കാരണം ഒക്കെ ഒരു ഫുഡിൻ്റെ സ്പോട്ടൊക്കെ കണ്ടു വെച്ച് നല്ല സീ ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്, പ്രകാശ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എത്തിയ സമയത്ത് അവിടെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സാധാരണ നോർമൽ ഫുഡ് കഴിച്ചിട്ട് പോന്നു. പിന്നെ ഇതായിരുന്നു കോളേജ്, ഒരു തലക്കലായിരുന്നു. പിന്നെ വരുന്ന വഴി ഇതുപോലെ മുള്ളുമ്പഴം എന്ന് പറയും, പണ്ട് നമ്മൾ സ്കൂൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറിച്ച് കഴിച്ച് കുറച്ച് നടന്നു പോരണം. അവിടെ വണ്ടി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ നിന്നൊരു ചായയും പിന്നെ പൊരിക്കടിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറി. പിന്നെ ട്രെയിനിൽ നിന്ന് നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ അവിടെ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് സമൂസൊക്കെ വാങ്ങിച്ചു തന്നു. നല്ല ടേസ്റ്റുള്ള സമൂസയായിരുന്നു. പിന്നെ കുറ്റിപ്പുറത്തി നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ സമാധാനത്തിൽ എനിക്ക് കിടന്നുറങ്ങാം. അപ്പോൾ അത്രയുള്ള ഒരു ചെറിയ കുട്ടി ബ്ലോഗായിരുന്നു. ടാറ്റാ, ബൈ ബൈ.